കൃഷ്ണരാജ്, യഥാർത്ഥത്തിൽ അതായത് ഇന്നിപ്പോൾ ഞങ്ങൾ സഞ്ചരിച്ച കഴിഞ്ഞ 3-4 ദിവസമായി ഞങ്ങൾ സഞ്ചരിച്ച വാഹനത്തിൻ്റെ ഡ്രൈവർ അടക്കം പറയുന്നത് അവർക്ക് സ്വാതന്ത്ര്യം വേണമെന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഈ കാശ്മീരിലെ ഒരു വിഭാഗം ജനത അവർ ഭാരതത്തിനൊപ്പമാണ് നിൽക്കുന്നതെന്ന് പറയുമ്പോഴും അവരുടെ ഉള്ളിലുള്ള ഒരു വികാരം അവർക്ക് കാശ്മീരിന് സ്വാതന്ത്ര്യം വേണമെന്നുള്ളതാണ്. നമ്മൾ ഇന്ന് പല ഭീകരവാദികളുടെ വീടുകൾ, ഇതിനോടകം തന്നെ 5 പേരുടെ വീടുകൾ തകർത്ത് കഴിഞ്ഞു. ഇന്ന് 3 പേരുടെ വീടുകൾ, അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം രാത്രിയിൽ 2 പേരുടെ വീടുകൾ തകർത്ത് കഴിഞ്ഞു. ഇവരുടെ വീടുകളിലൊക്കെ തന്നെ നമ്മൾ ചെന്ന് ഈ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുമ്പോൾ അവർ ഈ പ്രദേശവാസികളാണേലും അതേപോലെ തന്നെ ഇവരുടെ ബന്ധുക്കളാണേലും ഒക്കെ തന്നെ പറയുന്നത് അവർക്ക് കാശ്മീരിന് സ്വാതന്ത്ര്യം വേണമെന്നുള്ള ആവശ്യമാണ്. എല്ലാവരെയും അടച്ചാക്ഷേപിക്കുകയല്ല, എന്നാൽ ഒരു വിഭാഗം ആൾക്കാർ അത്തരം ഒരു ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഭാരതത്തിൻ്റെ ഭാഗമല്ലാതെ ഒരു കാശ്മീരിനെയാണ് അവർ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. സ്വാഭാവികമായും നമ്മൾ പലപ്പോഴും തിരക്കി അങ്ങനെ ഈ ഭാരതത്തിൽ നിന്നും വിട്ട് ഒരു കാശ്മീർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വരുമാന മാർഗം എന്താകും, പിന്നീടുള്ള ഒരു അവസ്ഥ എന്താകുമെന്ന് ചോദിക്കുമ്പോൾ അവർ ചൂണ്ടിക്കാണിക്കുന്നത് അവർക്ക് ടൂറിസം മേഖലയുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ഇവിടെ ആപ്പിൾ കൃഷിയുണ്ട് എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഏതായാലും ഒരു വിഭാഗം ആൾക്കാർ അങ്ങനെ ചിന്തിക്കുന്നു, അല്ലെങ്കിൽ അവർ അങ്ങനെ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഭീകരവാദികൾക്ക് ഈ പ്രാദേശികപരമായ സഹായങ്ങൾ ഇത്രത്തോളം ലഭിക്കുന്നത് എന്നുള്ളത്. പ്രത്യേകിച്ച് ഈ ഭീകരവാദികൾ അവർക്ക് പ്രാദേശികപരമായ ഒരു സഹായമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ കാശ്മീരിലെ ഒരു വിഭാഗം ജനത അത്തരത്തിൽ ചിന്തിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഭാരതത്തിൻ്റെ ഭാഗമായിട്ടുള്ള ജമ്മു കാശ്മീരിനെ ഭാരതത്തിൽ നിന്നും മോചിപ്പിച്ച് മറ്റൊരു രാഷ്ട്രമാക്കണമെന്നുള്ള ചിന്തയാണ് ഈ കാശ്മീരിലെ ഒരു വിഭാഗം ജനതയ്ക്കുള്ളത് എന്നുള്ളതാണ്. മറ്റൊരു വിഭാഗം ജനത ആഗ്രഹിക്കുന്നത് 2014 ശേഷം നമ്മൾ ഇതിനോടകം തന്നെ വാർത്തകൾ സംപ്രേഷണം ചെയ്തു. അതായത് ഈ പെഹൽഗാമിലെ ബൈസരൻ വാലിയിലേക്ക് പോകുവാൻ വേണ്ടി ഈ വിനോദസഞ്ചാരികൾക്ക് കുതിരകളെ നൽകുന്ന ഒരാളുടെ സംഭാഷണം, അയാളുമായി നമ്മൾ നടത്തിയ ചർച്ചകൾ ഇതിനോടകം തന്നെ സംപ്രേഷണം ചെയ്തു കഴിഞ്ഞു. അയാൾ പറയുന്നത് ഈ 2014 ശേഷം ജമ്മു കാശ്മീരിൽ സമഗ്രമായ മാറ്റമാണ് ഉണ്ടായതെന്നുള്ളതാണ്. കേന്ദ്ര സർക്കാരിൻ്റെ പല പദ്ധതികളും ജമ്മു കാശ്മീരിൽ ഇതിനോടകം തന്നെ നടപ്പാക്കി കഴിഞ്ഞു. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ അടക്കമുള്ള പല പദ്ധതികളും ഇതിനോടകം തന്നെ നടപ്പിലാക്കി കഴിഞ്ഞു. മുമ്പ് 2014 മുമ്പ് ഈ ജമ്മു കാശ്മീരിലെ പല വീടുകളിലും ബാത്റൂം ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ ഈ വീടുകളിലൊക്കെ തന്നെ ബാത്റൂം ആയി കഴിഞ്ഞു. മാത്രമല്ല ഇന്നിപ്പോൾ ഈ ജമ്മു കാശ്മീരിൻ്റെ പല മേഖലകളിലൂടെയും നമുക്ക് സഞ്ചരിക്കാൻ സാധിച്ചു. റോഡുകളെല്ലാം തന്നെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനപ്പുറത്തേക്ക് പുതിയ പാലങ്ങൾ വരുന്നു, അതേപോലെ തന്നെ ഈ പുതിയ പൊതുവായിട്ടുള്ള ശൗചാലയങ്ങൾ വരുന്നു. ഇങ്ങനെ ജമ്മു കാശ്മീരിൽ സമഗ്രമായ മാറ്റമാണ് 2014 ശേഷം, അതായത് നരേന്ദ്രമോദി സർക്കാർ അധികാരമേറ്റ ശേഷം ഉണ്ടായത് എന്നുള്ളത് ഇവിടെ 2014 മുമ്പും അതിനുശേഷവും വന്നവർക്ക് കൃത്യമായി ബോധ്യപ്പെടുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതേസമയം തന്നെ ഇത്തരത്തിലൊരു വിഭാഗം ജനത ചിന്തിക്കുന്നു, അതായത് ഭാരതത്തിൻ്റെ ഭാഗമായ ജമ്മു കാശ്മീരിനെ മോചിപ്പിക്കണം, സ്വതന്ത്രമായൊരു രാഷ്ട്രമാക്കണം. അവർ പാകിസ്ഥാൻ്റെ കൂടെ ചേരാനും അവർ ആഗ്രഹിക്കുന്നില്ല. അവർക്ക് സ്വതന്ത്രമായൊരു രാഷ്ട്രം വേണമെന്നുള്ളതാണ് ഈ ഒരു വിഭാഗം ആൾക്കാർ ചിന്തിക്കുന്നത്. സ്വാഭാവികമായും അവരുടെ ഭാവി തലമുറയിലേക്ക്, അല്ലെങ്കിൽ അവരുടെ പിന്മുറക്കാരിലേക്ക് ഇത്തരം വിഷം കുത്തിവെക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ കുട്ടികൾ, അല്ലെങ്കിൽ ഇവരുടെ ഇത്തരം ചിന്താഗതിക്കാരായിട്ടുള്ള ആൾക്കാരുടെ കുട്ടികൾ വളർന്നു വരുന്നത് ഇവർ നൽകിയ ആശയങ്ങൾ, അല്ലെങ്കിൽ ഇവർ പകർന്നു നൽകിയ ആശയങ്ങൾ ചിന്തിച്ചും അതിലൂടെ അത് നടപ്പാക്കാൻ ശ്രമിക്കുകയുമാണ് വരും തലമുറ ശ്രമിക്കുക എന്നുള്ളതാണ്. മാത്രമല്ല ഈ മതബോധം, അല്ലെങ്കിൽ മതവിദ്യാഭ്യാസം നൽകുന്നതിൻ്റെ ഭാഗമായി തന്നെ അവരിലേക്ക് ഇത്തരം ചിന്താഗതി കൂടി കടത്തിവിടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് നമുക്കറിയാം ഈ മുസ്ലിം മതത്തിൻ്റെ ഭാഗമായി അവർ മതപഠനം നടത്തുന്നുണ്ട്. ആ മതപാഠശാലകളിൽ ഇത്തരം കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മൾ ഈ കഴിഞ്ഞ 22-ാം തീയതി മുതൽ ജനം TV സംഘം ഈ പെഹൽഗാമിലും അതേപോലെ തന്നെ ഈ ശ്രീനഗറിലുമൊക്കെയായി സഞ്ചരിക്കുന്നു. ഈ സഞ്ചരിക്കുമ്പോഴൊക്കെ തന്നെ നമ്മൾ പലരുമായി കൂടിക്കാഴ്ച നടത്തുന്നു, പലരുമായി ചർച്ച ചെയ്യുന്നു. ഈ ഭൂരിഭാഗം ആൾക്കാരുടെ ഉള്ളിലെ ഒരു വികാരം ഇത് തന്നെയാണ്. അതേസമയം അല്ലാതെ ചിന്തിക്കുന്നത്, അതായത് ഭാരതത്തിൻ്റെ ഭാഗമായി തന്നെ നിലകൊള്ളണം, എങ്കിൽ മാത്രമേ തങ്ങൾക്ക് ഒരു വികസനം, അല്ലെങ്കിൽ തങ്ങളുടെ വരും തലമുറകൾക്ക് ഒരു വികസനം സാധ്യമാകൂ. അവരുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ അത് ഈ ഭാരതത്തിൻ്റെ ഭാഗമായി
നിന്നുകൂടി അല്ലെങ്കിൽ അങ്ങനെ മുന്നോട്ട് പോയാൽ മാത്രമേ സാധ്യമാകൂ എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ജനതയുണ്ട്. എന്നാൽ അവരെ ബ്രെയിൻ വാഷ് ചെയ്യാൻ ഉള്ള ശ്രമങ്ങൾ ഒരു കോണിൽ കൂടെ നടക്കുന്നു. അതിനപ്പുറത്തേക്ക് അവരെ ആക്രമിച്ചും അവരെ ഭീതിപ്പെടുത്തിയുമൊക്കെ തന്നെ അവരെ ഈ ചിന്താഗതിയിൽ നിന്നും മാറ്റാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായാലും 2014 ശേഷം, ഞാൻ 2014 മുമ്പ് കശ്മീരിൽ വന്നിട്ടുണ്ട്, 14 ശേഷം ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിങ്ങിനായി ഇവിടെ വന്നിട്ടുണ്ട്. വലിയ മാറ്റമാണ് വന്നിട്ടുള്ളത്. എല്ലാ മേഖലകളിലും സമഗ്രമായ മാറ്റമാണ് വന്നിട്ടുള്ളത്. അത് ഒരാൾക്കും, അത് ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആൾക്കും ഒരു തരത്തിലും അതിനെ അംഗീകരിക്കാതിരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് ടൂറിസം മേഖലയിൽ വലിയ ഒരു മാറ്റമാണ് ഇവിടെ വന്നിട്ടുള്ളത്. 2014 മുമ്പ് നമുക്കറിയാം അപ്രതീക്ഷിതമായി നിരവധി അക്രമങ്ങൾ നടന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ 2014 ശേഷം ഈ ജമ്മു കാശ്മീരിൽ വലിയ രീതിയിൽ, അതായത് പുൽവാമ നമുക്ക് മാറ്റി നിർത്തിയാൽ വലിയ രീതിയിലുള്ള ഭീകരാക്രമണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് ഈ കാശ്മീരിലെ ജനത, ഒരു വിഭാഗം ജനങ്ങൾ അത് തിരിച്ചറിയുന്നു. എന്നാൽ മറ്റൊരു വിഭാഗം ജനങ്ങൾ അത് ഈ അക്രമം അത് അവരുടെ ഒരു ജീവിതത്തിന്റെ ഭാഗം കൂടിയാക്കി മാറ്റിക്കൊണ്ട് ഈ കാശ്മീരിനെ സ്വതന്ത്രമാക്കണം. നന്ദഗോപന്റെ വാക്കുകളിലൂടെ നമ്മൾ കേട്ടത്.